വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിമാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ തന്നെ ഞാൻ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ ഇല എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ തിളപ്പിച്ച് കുടിക്കാനായിട്ട് ഞാൻ എടുത്തു. കാരണം ഇത് എന്തിനെന്നറിയാമോ കുടിക്കാം, നമ്മളെ വയറിനകത്തുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, വയറുവേദനയോ എന്തെങ്കിലും അതൊക്കെ അണുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബ്ലൂ കളറുള്ള വെള്ളമാണ് വരുന്നത് തിളച്ച് വരുമ്പോഴത്തേക്കും. അല്ല, വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, വെള്ളം പോലെ തന്നെയാണ്, പക്ഷേ നല്ല ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചായ ഇട്ടു. കെറ്റിലാണ് ചായ ഇടുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ കെറ്റിലുണ്ടാക്കുന്നത്. ചായ ഇട്ടു. ചായയൊക്കെ അരിച്ച് ഞാനും മുരുകാനും, അവരാരും ഒഴിച്ചില്ല, അതുകൊണ്ട് ഞാനും മുരുകാനും മാത്രം കുടിക്കാനായിട്ട് എടുത്ത്. മുരുകാനിന് അറിയാമല്ലോ എങ്ങനെയാണെന്ന്, സ്റ്റീൽ ഗ്ലാസ്സിലേ കുടിക്കുള്ളൂ. അതുകൊണ്ട് മുരുകാനിന് സ്റ്റീൽ ഗ്ലാസ്സും എനിക്ക് ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കും, പക്ഷേ ഇതിൽ കുടിക്കാൻ ഒരു രസമാണ്. പൂജപ്പുര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതായി ആ കപ്പ്, അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുടിക്കുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കാതിരിക്കത്തില്ല. പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അശ്മിയുടെ പുട്ടുപൊടിയാണ്, നല്ല പുട്ടുപൊടിയാണ്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും വാങ്ങും, അറിയാം, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള പുട്ടാണ്. അതിൽ ഉപ്പും ഇട്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കും കേട്ടോ, നിറയെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ഇങ്ങനെ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നമ്മൾ പേടിക്കണ്ട. ഈ അജ്മിയുടെ മാവെന്ന് പറയുന്നത് ഭയങ്കര വെള്ളം കുടിയാണ്. അതുകൊണ്ട് നിറയെ വെള്ളം ഒഴിച്ചിരുന്നാലും, ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിരുന്നാലും പ്രോബ്ലം ഇല്ല. അങ്ങനെ അതിനെ അടച്ച് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പോയി ചായ കുടിച്ചിട്ട് ഓടി വരാം. പുട്ടിൻ്റെ കൂടെ പഴമാണ് കഴിക്കുന്നത് കേട്ടോ. കണ്ട് ഇതുപോലെ ഇരിക്കും, നമ്മളത് കോന്ന് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. പിന്നെ നമ്മളതിനെ പൊടിച്ച് എടുക്കുമ്പോൾ നല്ല കൈ വെച്ച് തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഇതുപോലെ പൊടി പോലെ വരും, നല്ല പുട്ടുപൊടി. അങ്ങനെ ഞാൻ ചിരട്ട പുട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റീലിൽ ചിരട്ട പുട്ടുണ്ടല്ലോ, അതിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നിങ്ങനെ പുട്ടുണ്ടാക്കി, പുട്ടും പഴവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചിരട്ട പുട്ട്, മറ്റേ കുറ്റിയിലെ പുട്ടുണ്ടാക്കും. പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പുട്ടവിച്ച് നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ, പുട്ട് നല്ല സോഫ്റ്റാണ്. അങ്ങനെ പുട്ടുണ്ടാക്കി പഴം എടുത്ത് വെച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് അടുക്കളയൊക്കെ ഞാൻ ഒതുക്കി. പിന്നെ ഇതെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻ്റ് അയക്കാൻ മറക്കരുത്. ആരും കമൻ്റൊന്നും ഇടുന്നില്ല. പിന്നെ അശ്മിയുടെ പുട്ടുപൊടി നല്ല പുട്ടുപൊടിയാണ്, വീണ്ടും പറയുകയാണ്, വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കുക. ബായ്.